അടുത്തതായി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ് in two independent variables ആണ്. In this section we classify the family of second order linear equations for functions in two independent variables into three distinct types: hyperbolic, example അതിന് example ആണ് wave equation, and parabolic, which is example heat equation, and elliptic equation, that is അതിന്റെ example ആണ് Laplace equation. It turns out that the solution of equation of the same type share many exclusive qualitative properties, and we show that by a certain change of variables any equation of a particular type can be transformed into canonical form which can be associated with its type. And അതിന്റെ classification ആണ് നോക്കുന്നത്. We concentrate in this section of second order linear equations for functions in two independent variables x and y, such that an equation of the form, അപ്പോൾ സെക്കൻഡ് ഓർഡർ ലീനിയർ PDE ആണ് അതിൻ്റെ ബേസ് ജനറൽ ഫോം ആണ് നോക്കുന്നത്. L of u which is equal to a into u sub xx plus 2b into u sub xy plus c into u sub yy plus d into u sub x plus e into u sub y plus f into u plus equal to g. ഇതിനെയാണ് സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആൻഡ് വേർ a, b, etc. f, g are given functions of x and y, and u of xy is the unknown function, and we introduce the factor 2 in front of the coefficient of b for convenience. അതായത് നമ്മൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബി എന്ന് പറഞ്ഞൊരു കോയിഫിഷ്യൻ്റ് ആവശ്യമുള്ളൂ, പക്ഷെ നമ്മൾ 2b എന്ന് പറയുന്ന ഒരു കോയിഫിഷ്യൻ്റ് എടുക്കുന്നത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ലെറ്റ് വി അസ്യൂം ദാറ്റ് ദ കോയിഫിഷ്യൻ്റ് എ ബി സി ഡു നോട്ട് വാനിഷ് സൈമിൾട്ടേനിയസ്ലി. And the operator L naught of u എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ a into u sub xx plus 2b into u sub xy plus c into u sub yy, അതിനെയാണ് L naught of u എന്ന് പറയുന്ന ഓപ്പറേറ്ററായിട്ട്, അതാണ് L naught of u എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെക്കൻഡ് ഹയസ്റ്റ് ഓർഡർ ടേംസ് ഓഫ് ദ ലീനിയർ ഓപ്പറേറ്റർ L, വിച്ച് ഇസ് കോൾഡ് ദ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് L. L എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ പ്രിൻസിപ്പൽ പാർട്ടിനെയാണ് L naught എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് മെനി ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് 1.98 ആർ ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് പ്രിൻസിപ്പൽ പാർട്ട്. അതായത് അതിൻ്റെ ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ PDEയുടെ പ്രിൻസിപ്പൽ പാർട്ടിനെ വെച്ചിട്ട് നമുക്ക് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ബൈ ദ പ്രിൻസിപ്പൽ പാർട്ട്, മോർ പ്രിസൈസ്ലി ബൈ ദ സൈൻ ഓഫ് ദ ഡിസ്ക്രിമിനന്റ് ഡെൽറ്റ ഓഫ് എൽ. അപ്പോൾ നമ്മൾ ഡെൽറ്റ ഓഫ് എൽ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാണ്. ഡെൽറ്റ ഓഫ് എൽ വിച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് എ സി. So delta of L equal to b square minus ac of the equation. We classify the equation according to the sign of delta of L. Delta of L ന്റെ സൈനിനനുസരിച്ചാണ് നമ്മൾ ഈ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം the equation 1.98 is said to be hyperbolic at a point xy. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ PDEക്ക്. So which is x into u sub xx plus y into u sub xy plus 5 u sub x which is equal to sin x. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും a ആണ്, x b ആണ്, which is equal to y by 2 and d equal to 5. ബാക്കി c, e, f coefficients are 0 and g equal to sin x. So which is an example of second order linear PDE. So ഇനി നമ്മൾ നോക്കുന്നത് an equation of 1.98 is said to be hyperbolic at a point xy if delta of L at xy which is equal to b square of xy minus a of xy into c of xy greater than 0. So greater than 0 ആകുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, which is hyperbolic, and which is parabolic if delta of L at xy which is equal to 0. 0 ആകുന്ന കേസിൽ which is equal to parabolic, and less than 0 ആകുന്ന കേസിൽ elliptic. സോ 3 കേസുകളാണുള്ളത്. ആദ്യം ഡെൽറ്റ ഓഫ് L which is greater than 0, ആ കേസിൽ നമ്മൾ ഹൈപ്പർബോളിക്, ഈക്വൽ ടു 0 ആ കേസിൽ നമ്മൾ പാരബോളിക്, ആൻഡ് ലെസ് ദാൻ 0 ആ കേസിൽ നമ്മൾ എലിപ്റ്റിക് എന്നും പറയും. ലെറ്റ് ഒമേഗ ബി എ ഡൊമെയിൻ ഇൻ ആർ സ്ക്വയർ ആൻഡ് omega is an open connected set and the equation is hyperbolic in omega if it is hyperbolic
if it is hyperbolic at all points of xy. അതായത് ഇപ്പോൾ ഒമേഗ എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ നമ്മുടെ എൽ ഓഫ് യു എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ലീനിയർ പി ഡി ഹൈപ്പർബോളിക് ആവണമെങ്കിൽ ഒമേഗയിലുള്ള എല്ലാ പോയിന്റ്സിലും അതിൻ്റെ ഡെൽറ്റ ഓഫ് എൽ വാല്യൂ എന്തായിരിക്കണം? ഡെൽറ്റ ഓഫ് എൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമേ ആ ഒരു ഡൊമൈൻ, ഇതാണ് ഒമേഗ, ആ ഒരു ഒമേഗയിൽ ഇത് ഹൈപ്പർബോളിക് ആണ് എന്ന് പറയുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ദ ട്രാൻസ്ഫോർമേഷൻ എന്നാണ്. ദ ട്രാൻസ്ഫോർമേഷൻ സീറ്റ ഈറ്റ where which is equal to theta of xy eta of xy is called the change of coordinate if the Jacobian j zeta x eta y eta x of the transformation does not vanish at any point. അതായത് നമ്മൾ ഇതിനൊരു ട്രാൻസ്ഫോർമേഷൻ, അടുത്ത നമ്മൾ ദ ട്രാൻസ്ഫോർമേഷൻ സീറ്റ ഈറ്റ. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി എടുക്കുമ്പോൾ നമ്മളിലുള്ള വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സ് ആൻഡ് വൈ ആർ ദ വേരിയബിൾസ്. അതിന് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ് സീറ്റ ഈറ്റ ഈസ് കോൾഡ് ദ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്. അങ്ങനെ പറയണമെങ്കിൽ ഇഫ് ദ ജേക്കോബിയൻ എന്ന് പറയുന്ന ജെ വിച്ച് ഈസ് ഈക്വൽ ടു സീറ്റ എക്സ് ഈറ്റ വൈ മൈനസ് സീറ്റ വൈ ഈറ്റ എക്സ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ഡസ് നോട്ട് വാനിഷ് അറ്റ് എനി പോയിന്റ് ഓഫ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നുള്ളൂ. അടുത്തൊരു ലെമ്മയാണ് നമ്മൾ നോക്കുന്നത്. The type of second order linear PD in two variables is invariant under a change of coordinates. And in other words, the type of equation is an intrinsic property of the equation and it is independent of particular coordinate system used. അതിന് പ്രൂഫാണ്. പ്രൂഫ് ഞാൻ നമ്മളെങ്ങനെ വെച്ചാൽ ഇപ്പോൾ എൽ ഓഫ് യു നമ്മൾ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി ഉണ്ട്, അതിന് നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന പി ഡിയും അതും എന്താണെന്നാണ് പറയുന്നത്? വിച്ച് ഈസ് ഇൻവേരിയൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കുക. സോ നമ്മളൊരു എൽ ഓഫ് യു എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി എടുക്കുക. എന്നിട്ട് സീറ്റ ഈറ്റ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുക. സോ സീറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ് so write omega equal to zeta of eta which is equal to u of x of zeta eta y of zeta eta, and we claim that omega is the solution of the second order equation of the same type using the chain of one finds that. So നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് u equal to u of xy, and നമ്മൾ സീറ്റ ഈറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ്. ആൻഡ് സീറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഈറ്റ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. സോ നമ്മുടെ ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ എക്സിനെ നമ്മൾ സീറ്റ ഈറ്റ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈന് നമ്മൾ സീറ്റ ഈറ്റ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി ഗെറ്റ് എ ന്യൂ ഫംഗ്ഷൻ വിച്ച് ഇസ് ഡബ്ല്യു വിച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് സീറ്റ ഈറ്റ അല്ലേ, ഡബ്ല്യു ഓഫ് സീറ്റ ഈറ്റ. ആൻഡ് വി ക്ലെയിം ദാറ്റ് ആൻഡ് വിച്ച് ഈസ് എക്സിസ്റ്റ് ബിക്കോസ് അതിൻ്റെ ജേക്കോബിയൻ നോൺ സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡബ്ല്യു ഓഫ് സീറ്റ ഈറ്റ എക്സിസ്റ്റ് ആൻഡ് വി ക്ലെയിം ദാറ്റ് ഒമേഗ ഡബ്ല്യു ഇസ് ദ സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ ഓഫ് ദ സെയിം ടൈം. സോ അത് ഡബ്ല്യു ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ഈ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിയുടെ സൊല്യൂഷൻ ആണെന്ന് തെളിയിക്കാം. സോ യൂസിങ് ദ ചെയിൻ റൂൾ. അപ്പോൾ നമുക്ക് ആദ്യം യു സബ് എക്സ് കാണാം. യു സബ് എക്സ്, സോ നമുക്കറിയാം യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ യു ഓഫ് എക്സ് വൈ and x is a function of what? X is a function of theta eta. Similarly y is a function of theta eta. So idunnu u sub x engane കാണാൻ പറ്റും? u sub x equal to which is avare nammal w which is equal to w of zeta eta, and zeta is a function of xy, eta is a function of xy. So u sub x which is equal to w sub theta into theta sub x and w sub eta into eta sub x. അതുപോലെ തന്നെ യു സബ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഡബ്ല്യു സബ് സീറ്റ ഇൻറ്റു സീറ്റ സബ് വൈ പ്ലസ് ഡബ്ല്യു സബ് ഈറ്റ ഇൻറ്റു ഈറ്റ സബ് വൈ. സോ ഇങ്ങനെ നമുക്ക് ചെയ്യും. നമുക്ക് യു സബ് വൈ, യു സബ് എക്സ്, യു സബ് എക്സ് എക്സ്, യു സബ് എക്സ് വൈ, യു സബ് വൈ വൈ കാണാം. ഇതിങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ആൻ അനദർ linear second order PD of the form L of W which is equal to A zeta eta plus 2B zeta eta plus C W of zeta zeta plus D into W sub zeta plus E into W sub eta plus FW which is equal to G. So ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും A of zeta eta എന്ന് പറയുന്നത് which is equal to A into zeta sub x square plus
2b into zeta sub x zeta sub y plus c into zeta sub y whole square. ഇതുപോലെ തന്നെ ബിയും സിയും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ബി സി, ഈ ഒരു മെട്രിക്സിനെ ഇങ്ങനെ ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതൊന്ന് ഡെൽറ്റ ഓഫ് എൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. വിച്ച് ഈസ് ഈക്വൽ ടു എ സി മൈനസ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ജെ സ്ക്വയർ ഇൻറ്റു എ സി മൈനസ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ജെ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ഓഫ് എൽ അല്ലേ. ഡെൽറ്റ ഓഫ് എൽ ആണ്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഈസ് ഇൻവേരിയൻറ്റ് അണ്ടർ നോൺ സൈഡ്. സോ അത് ഇൻവേരിയൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ പാരാബോളിക് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഇക്വേഷനും പാരാബോളിക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ ഹൈപ്പർബോളിക് ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ഇക്വേഷനും ഹൈപ്പർബോളിക് ആയിരിക്കും. നമ്മൾ കനോണിക്കൽ ഫോം ഓഫ് ഹൈപ്പർബോളിക് ഇക്വേഷൻ ആണ് നോക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഓഫ് ഡബ്ല്യു which is equal to omega of w of theta eta plus L1 of w and which is equal to g of theta eta, and L1 is the first order linear operator, differential operator, and g is a function. അപ്പോൾ നമുക്ക് L of w which is equal to w of theta plus L1 of w which is equal to g of theta eta which is പാരാബോളിക് ഫോം ആണത്. ആൻഡ് സിമിലർലി നമുക്ക് എലിപ്റ്റിക് ഇക്വേഷൻ്റെ കനോണിക്കൽ ഫോം കിട്ടും. എൽ ഓഫ് ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് സീറ്റ ഈറ്റ പ്ലസ് ഡബ്ല്യു ഓഫ് ഈറ്റ പ്ലസ് L1 of w which is equal to g of theta eta. ഇനി കനോണിക്കൽ ഫോം ഓഫ് ഹൈപ്പർബോളിക് ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. Suppose that 1.98 is an hyperbolic in a domain D. There exists a coordinate system zeta eta. Which of the equation has the canonical form? W of zeta eta plus L1 of w which is equal to g of zeta eta, where w of zeta eta which is equal to u of x of zeta eta, comma y of zeta eta, comma L1 is a first order linear differential operator and g is a function which depends on equation 1.98. Without loss of generality, we assume that a of xy which is not equal to 0 for all xy belongs to D. And we needed to find two functions zeta of xy and eta of xy such that a of zeta eta which is equal to 0, b of zeta eta which is equal to 0. അങ്ങനെയാണെങ്കിൽ എയും സിയും 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബി ഓഫ് സീറ്റ ഈറ്റ പ്ലസ് L1 ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ജി ഓഫ് സീറ്റ ഈറ്റ എന്ന് കിട്ടും. സോ അതിന് നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും സെക്കൻഡ് ഇക്വേഷന് സോൾവ് ചെയ്യുക. സോ നമുക്ക് അതിൻ്റെ രണ്ട് റൂട്ട്സ്. ദ ഇക്വേഷൻ വാസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫംഗ്ഷൻ zeta ഈസ് ആക്ച്വലി സെയിം ഇക്വേഷൻ as for zeta. So therefore we needed to solve only one equation. It is a first order equation and that is not Cauchy linear. So the quadratic form zeta, it is possible to write the product of two linear terms. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഇങ്ങനെ ഫോമിലേക്ക് വയ്ക്കുക. Therefore we needed to solve the following linear equation. So first equation equal to 0 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ second equation equal to 0. In order to obtain the non-singular transformation zeta eta, we choose zeta to be a solution of 1.10 and zeta eta to be a solution of 1.101. And the equation are special cases of 1 and okay. So നമ്മൾ ഇവിടെ dx by dt equal to a, dy by dt equal to b plus root of b square minus ac and d zeta by dt equal to 0. So dy by dx നമുക്ക് കിട്ടി. dy by dx which is equal to b plus ഇതിന് dy by dx ഈ രണ്ട് ഇക്വേഷനും നമുക്ക് കിട്ടും. ആൻഡ് dy by dx ആൻഡ് ഈറ്റയെ കറസ്പോണ്ടിങ് ആയിട്ട് ഫോർ ഈറ്റയ്ക്ക് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സോ ഫോർ ഈറ്റ we have to solve this equation. So for eta b minus root of b square minus ac by a. So the solution are called two families of characteristics of the equation L of u equal to g. So നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ ആണ് നോക്കുന്നത്. ട്രൈക്കോമി ഇക്വേഷൻ. സോ u sub xx plus x into u sub yy equal to 0. So ഇവിടെ a of xy which is equal to 1 and b of xy which is equal to 0 and c of xy which is equal to x and x less than 0 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ b square minus ac കാണുമ്പോൾ which is equal to
minus x and which is always greater than 0. So the equation into its canonical form represent the equation of the coordinate system. So the characteristic equation. So നമ്മൾ ഈ ഒരു equation വെച്ച് dy by dx എങ്ങനെയാ കാണാ, which is equal to b plus b square minus ac by a equal to 1 ആണ്. So നമുക്ക് കിട്ടും dy by dx which is equal to plus or minus root of minus x. So ഈ ഒരു equation സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3/2 into y plus or minus minus x power 3/2 which is equal to constant and the new independent variables. So q of xy equal to നമുക്ക് എന്ത് കിട്ടും 3/2 into y into plus minus x plus minus x power 3/2 and r of xy equal to 3/2 into y minus minus x power 3/2. So ഇതിൽ q sub x കാണാം, q sub y കാണാം, and define v of qr which is equal to u of xy by chain rule. നമ്മളത് നേരത്തെ ചെയ്ത മാതിരി നമ്മൾ u sub x, u sub y, xx, u sub yy കാണാം. എന്നിട്ട് നമ്മളത് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ u sub xx plus x into u sub yy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u sub xx നമ്മൾ ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, u sub yy കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും which is equal to minus 9 into q minus r into 2/3 into v sub qr plus vq minus vr by 6 by q minus r which is equal to 0. ഇനി canonical form of parabolic equation ആണ് നോക്കുന്നത്. Suppose that 1.98 is parabolic. Parabolic എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, delta of L which is equal to 0 in a domain D and there exists a coordinate system zeta eta where the equation has of the canonical form zeta eta w of zeta equal to plus L1 of w which is equal to g of zeta eta, where w of zeta eta equal to u of x of zeta eta comma y of zeta and L1 is the first order linear differential operator and g is a function which depends on 1.98. So നമുക്കറിയാം parabolic ആണെങ്കിൽ b square minus ac equal to 0 and we assume that a not equal to 0 and for all xy belong, and we needed to find solution zeta equal to zeta of xy, eta equal to eta of xy such that b c equal to 0. So ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ b എന്ന് പറയുന്ന വേരിയബിളും 0 ആണ്, c എന്ന് പറയുന്ന വേരിയബിളും 0 ആണ്, a of xy മാത്രമാണ് ഇതിൽ 1 ആയിട്ടുള്ളത് അല്ലേ. So which is for all x comma y belongs to D and it is enough to make C equal to 0 in a parabolic of the equation imply that B equal to 0. So നമുക്കറിയാം b square minus ac equal to 0 ആണ്. So the parabolicity of the equation which implies that b equal to 0. Therefore we needed to find a solution eta that is the solution of the equation. So C of eta എന്ന് പറയുന്നത് എന്താണ്, a into zeta sub x whole square plus 2 beta eta sub x eta sub y plus c into eta sub y whole square which is equal to 1 by a into a eta sub x plus b into eta sub y whole square and which is equal to 0. So നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ, a into eta sub x plus b into eta sub y equal to 0. So the solution eta is a constant for each characteristics on a curve. That is the solution dy by dx എന്താ വരിക which is equal to b by a. dy by dx equal to e by a and now only constraint on the second independent variable zeta is the Jacobian of the transformation should not vanish in D. അതായത് നമുക്കിപ്പോൾ ഈറ്റയാണ് കിട്ടിയിട്ടുള്ളത്, ഇതൊന്ന് നമ്മൾ സീറ്റ എങ്ങനെ കാണുന്നത്, സീറ്റ വിൽ ബി എ സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സീറ്റ ഫ്രം ഈറ്റ എന്ന് പറയുന്ന വേരിയബിളുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും സീറ്റ such that the Jacobian do not vanish and we will make any such function zeta. Note that the parabolic equation admits only one family of characteristic while the parabolic equation we have two families. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്. സോ ആദ്യം നമ്മൾ ഇതൊരു പാരാബോളിക് ആണെന്ന് തെളിയിക്കണം. സോ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്, a equal to x square, 2b equal to minus 2xy and c equal to y square. So b square minus ac which is equal to x square y square minus x square y square which is equal to 0. So the equation is parabolic. ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്താണ്, dy by dx equal to b by a. b equal to ഇതൊന്നും നമുക്ക് എന്ത് കിട്ടും, മൈനസ് എക്സ് വൈ ബൈ വൈ a എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. സോ dy by dx equal to minus y by x എന്ന് കിട്ടും. സോ വിച്ച്
ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? xy is a constant. xy is a constant. So therefore we define eta of xy equal to xy. The second variable theta of xy which is equal to x എന്നെടുക്കുക, and v of theta eta equal to u of x theta eta. Substituting the new coordinates of theta eta, അത് നമ്മൾ പുതിയ കോർഡിനേറ്റ്സ് നമ്മൾ സീറ്റയിലും ഈറ്റയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഒറിജിനൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ യു സബ് എക്സ് എക്സ് ആൻഡ് 2xy ഇൻറ്റു യു സബ് xy. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സീറ്റ സ്ക്വയർ ഇൻറ്റു വി സബ് സീറ്റ ഇറ്റ പ്ലസ് സീറ്റ ഇൻറ്റു വി സബ് സീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓർ നമുക്ക് എഴുതാൻ പറ്റും വി സബ് സീറ്റ സീറ്റ പ്ലസ് 1 zeta ഇൻറ്റു വി സബ് സീറ്റ ഈക്വൽ ടു 0 വിച്ച് ഈസ് ദ ഡിസൈഡ് കാനോണിക്കൽ ഫോം. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം? We will put w equal to v sub theta and arrive a first order ODE. So w of theta plus 1 zeta into w which is equal to 0. The solution is ln of zeta equal to minus 1 zeta plus f dash of zeta plus constant ആണ് വരിക. That constant can be a function of zeta eta. So w equal to f of eta by zeta. നമ്മൾ ഇതിനെ എക്സ്പോണൻഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? w ഈക്വൽ ടു എഫ് ഓഫ് ഈറ്റ ബൈ സീറ്റ. ആൻഡ് അത് നമ്മൾ w എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തത്? വി സബ് സീറ്റ ആണ്. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ സീറ്റയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് എഫ് ഓഫ് ഈറ്റ ഈസ് എ കോൺസ്റ്റന്റ്. സോ അത് പുറത്തു പോകും. നമുക്ക് ബാക്കി കിട്ടും ln of zeta plus g of zeta. So therefore the general solution will be u of xy which is equal to f of eta എന്ന് പറയുന്നത് എന്താണ്? xy plus ln of zeta എന്ന് പറയുന്നത് x ആ. ln of x plus g of xy where f comma g r belongs to c square of r. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആണ്. So in this section we study one-dimensional wave equation on the real line. The canonical form of the wave equation which we used to show that the Cauchy problem is well posed. Moreover, we shall derive simple explicit formulas for the solution, and we also discuss some important properties of the solution of wave equation which are typical for more general hyperbolic problems as well. So the homogeneous wave equation in one spatial dimension has of the form. So one dimensional wave equation form ആണ് u sub tt minus c square into u sub xx which is equal to 0 or minus infinity less than a less than x less than b less than or equal to infinity comma t greater than 0. And where c is belongs to r which is called wave speed, and the terminology that will be justified in the discussion. So to obtain the canonical form of the wave equation, we define the new variable zeta equal to x minus ct and eta equal to x minus ct. So this നമ്മൾ wave equation നോക്കുമ്പോൾ which is equal to here a equal to 1 and b equal to 0 and c equal to minus c square. So b square minus ac which will be c square and which is greater than 0. So നമുക്ക് കിട്ടും which is hyperbolic equation. So നമുക്ക് അതിന് എന്ത് കിട്ടും? To obtain the canonical form of the wave equation, we define new variables zeta equal to x minus x plus ct and eta equal to x minus ct. So നമുക്കറിയാം w of zeta eta which is equal to u of x of zeta eta and t of zeta eta. Using the chain rule, we get u of xt equal to w of zeta of xt, zeta of x comma t and eta of x comma t, and we obtain u sub t. So നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? u sub xx ഉം u sub tt ഉം ആണ് കണ്ടുപിടിക്കുന്നത്. സോ u sub t which is equal to ഒമേഗ അല്ല w of zeta into zeta sub. So നമുക്ക് കിട്ടും u sub t which is equal to w of zeta into zeta sub t plus w of eta into eta sub t. So ഇതിനെ നമുക്ക് u sub t ചെയ്യുമ്പോൾ which is equal to w is a function of zeta.
So നമ്മൾ w of theta into theta is a function of t. So theta sub t plus and w is a function of zeta. So w of eta into eta sub t. അതുപോലെ തന്നെ u sub x equal to w of zeta into zeta sub x plus w of eta into eta sub x, which is equal to w of zeta plus w of eta. So നമുക്കറിയാം which is equal to zeta sub t എന്ന് പറയുന്നത് എന്താ വരിക, zeta sub t which is equal to c and eta sub t which is equal to minus c. So അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ zeta sub x ഉം eta sub x ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് c equal to w of zeta minus zeta sub eta and w of zeta into plus w sub zeta എന്ന് കിട്ടും. സോ നമുക്ക് u sub tt കാണാം. u sub tt ഈക്വൽ ടു ഇങ്ങനെയും u sub xx ഈക്വൽ ടു w of zeta zeta plus 2 w of sub zeta eta plus w sub eta eta എന്ന് കിട്ടും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും which is equal to minus 4 c square into w of zeta eta. സോ നമുക്ക് എന്ത് കിട്ടും, ഇത് നമുക്ക് w sub zeta eta which is equal to 0. സോ നമ്മൾ ആദ്യം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു ഈറ്റയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ w of theta sub eta which is equal to 0, which implies w of theta is a function of f of theta which do not containing eta. സോ നമുക്ക് കിട്ടും w theta which is equal to f of theta. സോ നമുക്ക് അടുത്തത് ഇനി wനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ w which is equal to integral f of theta d theta plus g of eta. Therefore the general solution of the equation will be w of zeta eta which is equal to f of theta and g of theta, f of theta g of eta, where f and g belongs to c square of r are two arbitrary functions and the original in the original variable the general solution of the equation is. So zeta എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി എക്സ് പ്ലസ് സി ടിയും ആൻഡ് ഈറ്റ എന്ന് പറയുന്നത് എക്സ് മൈനസ് സി ടിയും ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് സി ടി പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് സി ടി. In another words, if u is a solution of the one-dimensional wave equation, then there exist two real functions f comma g belongs to c square such that 1.116 holds. There exist two functions which satisfies this equation. Conversely, two functions f and comma g belongs to c square which defines the solution of the wave equation by a formula 1.1. So if a function has this form, then it satisfies wave equation. Okay, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് Cauchy's problem and D'Alembert formula. The Cauchy's problem for the one-dimensional homogeneous wave equation is given by u sub tt minus c square into u sub xx which is equal to 0 such that minus infinity less than x less than infinity and t greater than 0 and u of x 0 t equal to 0 ആകുന്ന കേസിലുള്ള initial condition f of x and u sub t of x 0 which is equal to g of x. So already നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ അറിയാം which is equal to u of x t equal to f of x plus ct plus g of x minus ct. Our aim is to find f and g such that the initial condition of ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള എഫും ജിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ എന്താണ്, u of x 0 equal to f of x. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ u of x t equal to 0 കൊടുക്കുക which is equal to f of x plus g of x which is equal to f of x. So u of x 0 which is equal to f of x plus g of x and by the initial condition which is equal to small letter f of x. And ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക which so നമുക്ക് കിട്ടും u sub t of x 0 which is equal to c into f dash of x. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക which is equal to f ഡോ എഫ് ബൈ ഡോ ടി ഇൻറ്റു സി അല്ലേ, എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് സി ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് അറ്റ് ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഞാൻ വിളിച്ചു. സോ ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു യു സബ് ടി ഓഫ് എക്സ് കോമ ടി വിച്ച് ഈസ് ഈക്വൽ ടു
dou f by dou t into c plus and dou g by dou t into minus c, and which is equal to f dash at x minus ct x plus ct into c plus g dash of x minus ct into minus c. So x t equal to 0 കൊടുക്കുമ്പോൾ which is we get c into f dash of x minus c into g dash of x. So ആ ഒരു ഫോർമുലയാണ് ഇവിടെ ഇത് u sub t of x0 equal to c into f dash of x minus c into g dash of x which is equal to g of x. So first equation നമുക്ക് എന്നിട്ട് f of x plus g of x which is equal to capital F of x, and second equation നമുക്ക് integrating 1.121 ഇതിനെ നമ്മൾ integrate ചെയ്യാം with respect to x ൽ 0 to x നമ്മൾ integrate ചെയ്യുമ്പോൾ c into integral 0 to x f dash of x dx which is equal to integral 0 to x f dash of x dx എന്ന് പറയുന്നത് by നമുക്കറിയാം which is equal to f of x from 0 to x which is equal to നമുക്ക് എന്താ വരിക which is equal to f of x minus f of 0. So first നമുക്ക് കിട്ടും f of x minus f of 0 c into f of x minus f of 0 minus c into g of x minus g of 0. അതിൽ നമ്മൾ എടുക്കുമ്പോൾ which is equal to 1 by c ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ g of x നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to x g of s ds plus c എന്ന് വരും. ആ c ആണ് f of 0 minus g of 0. And equation 1.120 and 1.122 are linear algebraic forms. So f of x minus g of x f of x small letter f of x f of x minus g of x equal to 1 by c into integral 0 to x g of x dx ആണെങ്കിൽ ഇത് നമുക്ക് capital f of x കാണാം which is equal to 1 by 2 into f of x plus 1 by 2c into integral 0 to x g of x dx plus c by 2. അതുപോലെ തന്നെ capital g of x equal to 1 by 2 into small letter f of x minus 1 by 2c into integral 0 to x small letter g of x dx minus c by 2 എന്ന് കിട്ടും. സോ ഇതൊന്നും നമുക്ക് u of x t കാണാം. u of x t എന്ന് പറയുന്നത് എന്താണ് f of x plus c t plus g of x minus c t. സോ ഇവിടെ x ഉള്ള സ്ഥലത്ത് x plus c t കൊടുക്കുക f of x plus c t. സോ which is equal to 1 by 2 into f of x plus c t plus 1 by 2c into integral 0 to s g ഉള്ള സ്ഥലത്ത് സോ നമുക്ക് എന്ത് കിട്ടും which is equal to x ഉള്ള സ്ഥലത്ത് x plus c t എന്ന് കൊടുക്കുക. സോ അതുപോലെ തന്നെ g of x ന് പകരം x minus c t കൊടുക്കുക. സോ 1 by 2 into x minus c t minus 1 by 2c into integral 0 to x minus c t g of x ds minus c by 2 എന്ന് വരും. സോ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ c by 2 ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് കിട്ടും which is equal to f of x plus ct plus f of x minus ct by 2 plus 1 by 2c into integral x minus ct to x plus ct g of x ds എന്ന് കിട്ടും. സോ ആദ്യത്തേൽ ഇൻ്റഗ്രേഷൻ എവിടെ മുതൽ എവിടെ വരെ 0 to x plus ct ആണ്. അടുത്തതിൽ 0 to x minus ct വരെയാണ്. സോ മൈനസ് ഉള്ളത് കൊണ്ട് അത് x minus ct to 0 ആയിരിക്കും. സോ x minus ct to 0 0 to x plus ct ഉണ്ട്. സോ നമുക്കത് കമ്പൈൻ ചെയ്തിട്ട് x minus ct to x plus ct വരെയാണ്. So and these are also useful and they are the explicit formula for the so നമുക്ക് u of x t എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോൾ നമുക്ക് f of x എന്ന് പറയുന്ന ഫംഗ്ഷനും നമുക്കറിയാം g of x എന്ന് പറയുന്ന ഫംഗ്ഷനും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേവ് ഇക്വേഷൻ with the initial condition the solution u of x t which is equal to f of x minus x plus ct plus x minus ct by 2 plus 1 by 2c into integral x minus ct to x plus ct g of x ds ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള പോർഷൻസ്.